പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളും കോർത്തിണക്കി ADV ന്യൂസ് അവതരിപ്പിക്കുന്ന വീക്കെൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPM ഏരിയ സെക്രട്ടറി PTA പ്രസിഡന്റായ ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ആദ്യം പ്രേക്ഷകരെ ഞങ്ങൾ എത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ അംഗത്വം ഏറ്റെടുത്തില്ല എന്ന കാരണത്താൽ ഏരൂർ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം. രാഷ്ട്രീയ പാർട്ടികൾ എന്തെന്നു പോലും അറിയാത്ത 5ാം ക്ലാസ്സിലെ 2 കുട്ടികളോട് അംഗത്വം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ട മുഖംമൂടി സംഘത്തോട് കുട്ടികൾക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ഉപദ്രവിക്കുകയായിരുന്നു. 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ അഖിൽ, സന്തോഷ്, സാനിയ എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. സാനിയയുടെ കർണത്തടിക്കുകയും ഇതേ തുടർന്ന് പല്ലുകൾക്ക് ആട്ടം സംഭവിച്ചതായും രക്ഷകർത്താക്കൾ പറയുന്നു. മുഖംമൂടി സംഘത്തെ കണ്ട് ഭയന്നോടിയപ്പോഴാണ് അഖിൽ സന്തോഷിന് പരിക്കേറ്റത്. ഇതേ സ്കൂളിലെ തന്നെ കണ്ടാലറിയാവുന്ന +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അക്രമം നടത്തിയതെന്ന് സഹപാഠികൾ പറയുന്നു. നാടിനെ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഏരൂർ സ്കൂളിൽ നടക്കുന്നത് രക്ഷകർത്താക്കളെ പരിഭ്രാന്തിയിലാക്കുന്നു. സംഭവത്തെക്കുറിച്ച് അഖിലിന്റെ രക്ഷകർത്താവ് വിതുമ്പുന്ന വാക്കുകളുമായി ADV ന്യൂസിനോട് സംഭവം വിവരിച്ചു. ക്ലാസ്സിൽ പഠിക്കുന്ന 5A ഡിവിഷനിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ഉച്ചയ്ക്ക് ഇന്റർവെൽ സമയത്തിന് സ്കൂളിൽ നിന്ന് +2 വിദ്യാർത്ഥികൾ മെമ്പർഷിപ്പ് പുതുക്കണമെന്നും പറഞ്ഞ് ക്ലാസ്സുകളിൽ ചെന്ന് കുട്ടികളെ കൊണ്ട് ഒപ്പിടിയിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടെ അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോനെ വിരട്ടി ചെന്ന കുട്ടികൾ. അപ്പം മുഖംമൂടി ഇട്ടേക്കുമായിരുന്നു, കണ്ണ് മാത്രമേ കാണത്തുള്ളായിരുന്നു. അതുകൊണ്ട് ആരാ എന്തുവന്ന് കുട്ടികൾക്ക് അറിയത്തില്ല. അവരിപ്പോൾ 5ാം ക്ലാസ്സിൽ വന്നതല്ലേ ഉള്ളൂ. ആ കുട്ടികൾ വിരട്ടിയ വഴിക്ക് ഇറങ്ങി ഓടി, ആ പിള്ളേർ കൂടെ ഓടി തള്ളിയിട്ടതാണ്. തള്ളിയിട്ട് കൈയുടെ മുട്ടിന് ഇവിടെ ഇങ്ങനെ പൊട്ടലുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഇവിടുന്ന് രക്ഷകർത്താക്കളെ വിളിച്ച് ക്ലാസ് ടീച്ചറെ വിവരം അറിയിപ്പിച്ചു. ക്ലാസ് ടീച്ചറെ വിവരം അറിയിപ്പിച്ചതിൻ്റെ പേരിൽ നമ്മൾ വന്ന് സ്കൂളിൽ നിന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കാണിച്ച് എക്സ്റേ എടുത്തപ്പം പൊട്ടലുണ്ടെന്ന് അറിഞ്ഞ് ക്ലാസ്സിലിട്ടു. പിന്നെയാണ് വിവരം അറിയുന്നത് ഇതെല്ലാം മെമ്പർഷിപ്പ് പുതുക്കാൻ സ്കൂളിൽ വന്നതിൻ്റെ പേരിൽ തള്ളിയിട്ടതാണെന്നും വീണതാണെന്നും ഒക്കെ. നമ്മൾ സ്കൂളിൽ രാവിലെ പറഞ്ഞു വിടുന്നു, വൈകുന്നേരത്ത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതേപോലുള്ള അപാകതകൾ സംഭവിച്ചാൽ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നിയമപരമായിട്ട് സ്കൂളിൽ ഹെഡ് മാസ്റ്റർക്കും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിച്ച് അതിൻ്റെ വേണ്ടുന്ന നടപടികൾ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. പരാതി കിട്ടിയാലുടൻ സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് അഞ്ചൽ SI മനോജ് കുമാർ അറിയിച്ചു. സ്കൂളിൽ നടന്ന ഈ നടക്കുന്ന സംഭവത്തെപ്പറ്റി അന്വേഷിക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. എന്തായാലും ഭീതി നിറഞ്ഞ കണ്ണുകളുമായി ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ പേടിച്ചു നിൽക്കുന്നു. ഇനിയും ഞങ്ങളെ പഠിക്കാൻ അനുവദിക്കുമോ അതോ രാഷ്ട്രീയത്തിൽ അംഗത്വം എടുക്കണോ എന്ന ഭീതിയോടെ. ടീച്ചർ കണ്ടോ? കല്യാൺ ടീച്ചറെ നിങ്ങൾ കണ്ടോന്ന്? കണ്ടു. എവിടെ? എന്തോന്ന് ടീച്ചർ കണ്ടത്? ഓ, ഞാൻ കണ്ടത് ഇവിടെയൊന്നും അല്ല. ഞാനിതൊന്നും തച്ചോട്ടെ മാഷേ. ആ ബെല്ല് കാണുന്നില്ല ടീച്ചറെ? കാണുന്നില്ലെങ്കിൽ കാണണ്ട. ഓ, ഇനിയിപ്പൊ ബെല്ലടിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. കുഴപ്പമുണ്ടായിട്ടല്ല, എന്നും കാലത്തെ ബെല്ലിന്റെ ശബ്ദം കേട്ട് ശീലിച്ചു പോയി, അതുകൊണ്ടാ. ബെല്ല് കണ്ടില്ലല്ലോ? ഞാൻ 2 ദിവസത്തിനു മുമ്പേ ഒന്ന് കണ്ടു. അമ്മോ, കള്ള ശൈത്താൻ. എന്താ ഊമ നോക്കണായിരുന്നു നോക്കണേ? ഞാനർക്ക് കോയാ, നിങ്ങൾ ഇവിടുന്ന് ബെല്ലെടുത്തോണ്ട് പോയോ? ആ, കൊണ്ടുപോയി. എന്നിട്ട് അതല്ല രാത്രി ഞാൻ പോയി തന്നായി. ഇയാള് മറല്ലേ, ഇയാളെന്തോടോ ചിട്ടിയുടെ കാശ് തരാത്തെ? തരൂലേ? എപ്പ തനിക്ക് തോന്നുമ്പോഴോ? കൈ കിട്ടുമ്പോ അതൊക്കെ പള്ളി പറഞ്ഞാ മതി. പള്ളിയിൽ വേറെ തന്നെ വല്ലതും പറയാനുള്ള ബന്ധം കേട്ട് മറന്നുപോയാലോ? തിക്കും തിരക്കും തല്ലും പിടിയും കൂട്ടി ചിട്ടി പിടിച്ചോണ്ട് പോകുമ്പോ വായിലും നാക്കിലും ഒക്കെ തേനും പാൽ തായസം ഒലിക്കുമായിരുന്നല്ലോ. വാങ്ങിക്കാനുള്ള പണി എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. എന്നാ പിന്നെ അതാണ് നോയിക്കോളിന്ന്. ക്ലാസ്സിൽ കയറ, എല്ലാരും ക്ലാസ്സിൽ കയറ, ക്ലാസ്സിൽ കയറ, ബെല്ലടിച്ചാലും ക്ലാസ്സിൽ കയറണമെന്നില്ലല്ലോ. ക്ലാസ്സിൽ
എന്റെ പാത്രം. നിന്റെ ആണോ? എന്നാ ദാ എത്തിക്കഴിഞ്ഞു ദേശസ്നേഹികൾ. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, ലാത്തി ഞങ്ങൾക്ക് പൂമാല. ആസാമിലെ ചിറാപുഞ്ചിയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ആസാമിലെ വീടുകൾ വളരെ പൊക്കമുള്ള തൂണുകളിന്മേലാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. കാരണം എന്താ? സൈനബ പറയൂ. അവിടെ തൂണുകൾ വളരെ കുറഞ്ഞ വിലക്ക് കിട്ടുമായിരിക്കും. എന്നോട് ചോദിച്ചില്ല. അയ്യടാ ഒരു പൊത്തി മൈതനവിടെ. സൈനബയ്ക്ക് അറിയില്ലേ? ഇരിക്കും. വെള്ളപ്പൊക്കത്തിൽ വീടുകൾ ഒലിച്ചു പോകാതിരിക്കാൻ എട്ടികൾ. എന്നാ പിന്നെ മാഷേ, നമ്മുടെ സ്കൂളും മരത്തൂണിൽ നിർത്തിയാൽ മതിയായിരുന്നല്ലോ. അഭിപ്രായം നിന്നോട് ചോദിച്ചോ? എടാ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? ചോദിച്ചോ? വരുന്നു. നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്ത് വേണേ ചെയ്തോ. എനിക്ക് പെട്ടെന്നൊരു വയറ്റ് വേദന. ഞാൻ 2 പോയെന്ന് പറഞ്ഞേച്ചാ മതി. കല്യാൺ ടീച്ചറെ ഏയ്യോ വരുന്നു. ഏയ്യോ നിക്കുന്നതാണോ? പക്ഷെ പായല് ഇത് നമ്മളാണ്. അത് പുതിയ മാസാണ്, ഏയ്യോ അല്ല. വിദ്യാർത്ഥി സംഘടനകളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJPയുടെയും ABVPയുടെയും നേതൃത്വത്തിൽ ഏരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇന്ന് നമ്മുടെ ഏരൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് നന്നായിട്ടറിയും. നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഏരൂർ സ്കൂളിൽ നടന്നിരിക്കുന്നത്. കാരണം 125 വർഷം പഴക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേർക്ക് വിദ്യ പകർന്നു കൊടുത്തിരുന്ന നല്ല ഒരു സരസ്വതി വിദ്യാലയമായിരുന്നു നമ്മുടെ ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ആ ഗവൺമെന്റ് ഹൈസ്കൂളിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വികലപ്പെടുത്തൽ, നമ്മൾ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ ഈ പറയുന്ന പോലെ എതിരൊന്നുമല്ല. പക്ഷെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കണം. പക്ഷെ അതിനൊരു മാന്യതയുണ്ട്. കാരണം നമുക്കറിയാൻ സാധിക്കുന്ന ഒരു പിഞ്ചു കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഒരു AYFന്റെ അല്ലെ ASFന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയുകയും അതിന് സാധിക്കാത്ത ഒരു കൊച്ച്, ആ കൊച്ചിനെ ഈ പറയുന്ന പോലെ മഫ്ലർ ഉപയോഗിച്ചുകൊണ്ട്, മഫ്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ താലിബാൻ ഭീകര സംഘടനകളൊക്കെയാണ് ഇത്തരത്തിലുള്ള മഫ്ലർ ഉപയോഗിക്കുന്നത്. ഈ മഫ്ലർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പിഞ്ചു കുട്ടിയുടെ ചെവിക്കലിന് അടിച്ചു പൊട്ടിക്കുക, അതോടൊപ്പം തന്നെ അത് കണ്ട് ഓടി വന്ന ആ കുട്ടിയുടെ വേറൊരു കുട്ടി ഓടി വന്ന് വീണിട്ട് അവരുടെ കൈ പൊട്ടുക, അങ്ങനെ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അതിനുള്ള നേതൃത്വമുള്ള PTA ഇതുവരെ അതിനുവേണ്ടി തീരുമാനം എടുത്തിട്ടില്ല. അവിടെ ഒരു PTA ഉണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തി നടപ്പിലാക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു PTA. സ്കൂളിലെ പ്രശ്നങ്ങളെ തുടർന്ന് സഹോദര സ്ഥാപനങ്ങളിലെ പ്രവർത്തകർ തമ്മിൽ നടത്തിയ സ്നേഹപ്രകടനം ഏരൂരുകാർക്ക് രോമാഞ്ചമുണ്ടാക്കുന്നതായിരുന്നു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം CPI-CPM പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. കഴിഞ്ഞ ദിവസം ഏരൂർ സ്കൂളിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായിട്ടാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. വിദ്യാർത്ഥികളെ മുഖംമൂടി അണിഞ്ഞ് ആക്രമിച്ചത് AISF പ്രവർത്തകരാണെന്ന് ഒരു വിഭാഗം ആളുകൾ ആരോപിക്കുകയും ഇതേ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഉന്തിലും തള്ളിലും കലാശിക്കുകയുമായിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് പ്രവർത്തകർ ശാന്തരാവുകയും അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഏരൂർ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. PS സുമൻ PTA പ്രസിഡന്റായ സ്കൂളിലെ വിശേഷങ്ങൾ തീർന്നില്ല, ഇനിയുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഏരൂർ സ്കൂളിൽ സംഭവിച്ച പൈശാചികമായ സംഭവത്തിൽ അധികൃതർ തുടർ നടപടി സ്വീകരിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നു എന്നാരോപിച്ച് രക്ഷിതാക്കൾ പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിച്ചു. എന്നാൽ 9:30 ഓഫീസിലെത്തിയ രക്ഷിതാക്കളെ സമയം 12 ആയിട്ടും എന്തിനു വന്നു എന്ന് പോലും ചോദിക്കാതെ പ്രിൻസിപ്പൽ ഷക്കീല മറ്റാവശ്യങ്ങൾക്കായി പോയി എന്നും കുറ്റം ചെയ്തവർ ആരൊക്കെയെന്ന് സ്കൂൾ അധികൃതർക്ക് അറിയാമെന്നും അവർ അത് മറച്ചുവെക്കുകയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജു പറയുകയുണ്ടായി. കേരളത്തിൽ തന്നെ ഒരു സ്കൂളിലും നടക്കാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് ഏരൂർ സ്കൂളിനെ സംബന്ധിച്ച് നടന്നത്. പാർട്ടിയുടെ മെമ്പർഷിപ്പ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നു.
കുട്ടികൾ വന്നപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളെ, അതായത് ഒന്ന് സാനിയ എന്ന് പറയുന്ന ഈ കുട്ടിയെ ഒരു മുതിർന്ന പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ചെവിക്കലിനടിക്കുകയാണ് ചെയ്തത്. ആ കുട്ടിക്ക് നല്ല രീതിയിലാണ് പരിക്കേറ്റിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കുട്ടി തള്ളിയിട്ട് അതിൻ്റെ കൈ ഒടിയുന്ന ഒരവസ്ഥയിലും എത്തിയിട്ടുണ്ട്. ഇത്രയും ഒരു അവസ്ഥ വന്നിട്ട് ഈ ഒരു സ്കൂളിൻ്റെ PTA ഇതിലെ അധ്യാപകരോ മറ്റാരും തന്നെ ഇതിന് എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഇതുവരെ രക്ഷകർത്താക്കളെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. What is this? This is a bag. What is this? This is a book. What is this? This is a pen. What is this? This is a pencil. So, book is beautiful. Pen is beauty. Pencil is very beauty of the family and the country. In the radio, come and going of the completely boys and girls and butterflies. Mashe. നന്നായി, പക്ഷേ കടുപ്പം ഇത്തിരി കുറച്ചാ കൊള്ളാം. ലൈറ്റാക്കാണ് നല്ലേ. പാലും പഞ്ചാരയും കുറച്ച് ആസ്തിയാണ്ട് കൂട്ടാലോ. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളായതുകൊണ്ട് ഈ സാധനങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങിയായിരിക്കും നല്ലത്. ഈ കണ്ണാടി, പേന, പുസ്തകം, ഡെസ്ക്, ബെഞ്ച്, കോഴി, താറാവ്, അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ, നടന്നോട്ടെ. പ്രശ്നപരിഹാരത്തിനായി യോഗം ചേർന്നു. പതിവ് പോലെ ചായയും കടിയും കഴിച്ച് പിരിഞ്ഞതിനാൽ പരാതിക്കാരെ പോലും അകത്ത് കയറ്റിയില്ല. സർവകക്ഷി സമ്മേളനം എന്ന പേരിൽ PTA-യും SMC-യും വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും മാധ്യമങ്ങളെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയും ഇറക്കിവിട്ടു. സമ്മേളനത്തിൽ അടികൊണ്ട വിദ്യാർത്ഥികളെയോ അവരുടെ രക്ഷകർത്താക്കളെയോ പങ്കെടുപ്പിച്ചില്ല. സ്ഥലത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും പോലീസും സ്കൂൾ പ്രിൻസിപ്പളും കൂടി ചേർന്ന യോഗത്തിൽ എന്ത് രഹസ്യമാണ് ഉള്ളത് എന്ന് നാട്ടുകാരും രക്ഷകർത്താക്കളും ചോദിക്കുന്നു. ഈ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുവാൻ, സ്കൂളിനുള്ളിൽ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുവാനാണ് രാഷ്ട്രീയം. അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്മിറ്റിയുടെ ഉദ്ദേശം അതാണോ? കമ്മിറ്റിയുടെ ഉദ്ദേശം നമുക്കറിയത്തില്ല. ഇവിടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നത് ഇവിടെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. കുറെ കൊടി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ച് കുറെ ബാനറും കെട്ടി കുറെ രാഷ്ട്രീയം കളിക്കുന്ന എന്താ കാര്യത്തിന്? മറ്റൊരു സ്കൂളുകളിലല്ലോ ഇതേപോലത്തെ രാഷ്ട്രീയങ്ങൾ. നമ്മളെന്താ തഞ്ചാവർത്തായി കുഞ്ഞുങ്ങളെ ഇവിടെ പറഞ്ഞു വിടേണ്ടുന്നത്? ഇത്രയും പ്രശ്നങ്ങളായിട്ട് ഇവരെ എന്തെങ്കിലും അന്വേഷണങ്ങളോ കാര്യങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? എന്തെങ്കിലും അറിയിപ്പുണ്ടോ? ഇവരെന്താ അന്വേഷിക്കുന്നത്? രഹസ്യമായി കൂടിയ ഈ യോഗം നാടിന്റെ നന്മയ്ക്കല്ലെന്നും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾ ആരോപിച്ചു. അകത്ത് രഹസ്യയോഗം നടക്കുമ്പോൾ പുറത്ത് രക്ഷകർത്താക്കളും നാട്ടുകാരും പ്രതിഷേധ പ്രകടനം നടത്തി. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അടികൊണ്ട കുട്ടിയോട് അതേക്കുറിച്ച് ഒരു സംഭവവും പോലീസോ ബന്ധപ്പെട്ടവരോ തിരക്കിയിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ് അറിയിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SMC ചെയർമാൻ ഏരൂർ അനിൽ തന്റെ സ്ഥാനം രാജിവെക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്കൂളിലുണ്ടായ സംഭവത്തിൽ പ്രതിഷേധിച്ചും ഈ സ്കൂളിൽ ഇനി രാഷ്ട്രീയം വേണ്ടെന്നും പ്രഖ്യാപിച്ച് AASF തങ്ങളുടെ കൊടികൾ സ്കൂൾ പരിസരത്ത് നിന്നും അഴിച്ചുമാറ്റി. ഇത്രയൊക്കെ നടന്നിട്ടും PTA പ്രസിഡന്റിനെ മാത്രം കണ്ടില്ല. ഒടുവിൽ ജൈവ പച്ചക്കറിയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് PTA പ്രസിഡന്റ് രംഗപ്രവേശം ചെയ്തു. ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പച്ചക്കറിയുടെ കാര്യത്തിൽ കൊല്ലം ജില്ലയെ സ്വയം പര്യാപ്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അഞ്ചൽ ഏരിയയിൽ പച്ചക്കറിയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ട ഉൽപാദനം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് 18-ാം തീയതി കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഒരു ശില്പശാല പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ദളിത് കുടുംബം നവജാത ശിശുവിന്റെ മൃതദേഹം മറവു ചെയ്യാൻ ഇടമില്ലാതെ വീടിനുള്ളിൽ സംസ്കരിച്ചു. ഏരൂർ പാണയം IHDP കോളനിയിലാണ് സംഭവം. പട്ടികജാതിക്കാരായ കോളനി നിവാസികളോടുള്ള അവഗണനയും ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനമില്ലെന്ന അപര്യാപ്തതയും നവജാത ശിശുവിന്റെ മൃതദേഹം വീടിനുള്ളിൽ മറവു ചെയ്യാനിടയാക്കി.
ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെട്ട പാണയം ISDP കോളനിയിലെ സ്ഥിരം താമസക്കാരനായ രാജീവ് സോമലത ദമ്പതികളുടെ 15 ദിവസം മാത്രമുള്ള കുഞ്ഞിന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ കുഴിയെടുത്ത് സംസ്കാരം നടത്തേണ്ടി വന്നത്. ജനന സമയത്ത് തന്നെ ഹൃദയ സംബന്ധമായ രോഗമുണ്ടായിരുന്ന കുട്ടി ബുധനാഴ്ച തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ് മരിച്ചത്. തുടർന്ന് പാണയത്തെ വീട്ടിലെത്തിയ ഇവർ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനാകാതെ ആകെ വിഷമിച്ചു. എങ്കിലും രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഇവരുടെ വിഷമത്തിൽ പങ്കുചേരാനെത്തിയില്ല. മരണപ്പെട്ട കുട്ടിയുടെ അച്ഛനായ രാജീവിന്റേതുപോലെ 3-4 സെന്റ് മാത്രം സ്വന്തമായുള്ളതും ആ സ്ഥലത്ത് വീട് നിർമ്മിച്ചിട്ടുള്ളതുമായ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും രാജീവിന്റെയും കുടുംബത്തിന്റെയും ദുഃഖകരമായ അവസ്ഥയിൽ പങ്കുചേരാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഏരൂർ ഗ്രാമപഞ്ചായത്തിന് അടിയന്തരമായി പൊതുശ്മശാനം നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം വൻ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സലീം മൂലയിൽ, സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി ഷെഫീഖ് ചോഴിയക്കോട് എന്നിവർ അഭിപ്രായപ്പെട്ടു. അഞ്ചൽ, ഇടമുളയ്ക്കൽ, ഇട്ടിവ, കരവാളൂർ, ഏരൂർ, അലയമൺ ഗ്രാമപഞ്ചായത്തുകളിൽ പൊതുശ്മശാനമില്ല. മുൻപും വീടിനുള്ളിൽ മൃതദേഹം മറവ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുശ്മശാനം നിർമ്മിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പതിറ്റാണ്ടുകളായി തുടരുന്ന ഉദാസീന നിലപാടുകൾക്ക് ഉത്തമ ഉദാഹരണമാണിത്. കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്യാൻ പോലും ഇടമില്ലാത്ത കുടുംബം സമ്പന്നരുടെ പട്ടികയിൽ. കുടുംബം APL കാർഡുമായി വീട് നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യവുമായി ഗ്രാമസഭയിലെത്തി. ഏരൂർ പാണയത്ത് 2 സെന്റിൽ മാത്രം സ്വന്തമായുള്ള കുടുംബത്തിലെ നവജാത ശിശു മരിച്ചതിനെ തുടർന്ന് ശവസംസ്കാരത്തിനായി വീട്ടുവരാന്ത പൊളിച്ച് മറവ് ചെയ്യേണ്ടി വന്നത് വലിയ വാർത്തയായിരുന്നു. IHDP കോളനിയിലെ പട്ടികജാതി കുടുംബത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഇടപെട്ടില്ലെന്ന ആരോപണം അന്നുതന്നെ ഉയർന്നിരുന്നു. ചൊവ്വാഴ്ച പാണയം 16-ാം വാർഡ് ഗ്രാമസഭയിലാണ് മരണമടഞ്ഞ നവജാത ശിശുവിന്റെ പിതാവും അമ്മൂമ്മയും വീട് നിർമ്മിച്ചു നൽകണമെന്ന അപേക്ഷ സമർപ്പിക്കാനായി എത്തിയത്. 2 സെന്റ് മാത്രമുള്ള രാജീവിനും കുടുംബത്തിനും 2 സെന്റിൽ ഇടിഞ്ഞു വീഴറായ വീട് മാത്രമാണുള്ളത്. ഈ അവസ്ഥയിലാണ് വീടിനുള്ളിൽ കുഞ്ഞിനെ മറവ് ചെയ്യേണ്ടി വന്നത്. നിരവധി തവണ ഗ്രാമസഭകളിലെത്തി പരാതി നൽകാറുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് രാജീവിന്റെ മാതാവ് ആനന്ദവല്ലി പറയുന്നു. കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാൻ പോലും ഇടമില്ലാത്ത തങ്ങളെ സമ്പന്നരുടെ പട്ടികയായ APL ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇതിനാൽ റേഷൻ കടയിൽ നിന്ന് പോലും സാധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണെന്നും ആനന്ദവല്ലി പറയുന്നു. വീട് വെച്ചിട്ട് പാതി കിടക്കുന്നു. 2 സെന്റ് വസ്തു ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചത്. സർക്കാർ പൈസ ലോൺ എടുത്ത ലോൺ കിട്ടുമ്പോൾ എത്ര നന്ദി അറിയാൻ വേണ്ടി ഒന്നുമില്ലേ പെണ്ണു മക്കളെ. അപേക്ഷ ഞാൻ കൊടുക്കണം. വീടിന്റെ ഞാൻ കൊടുത്ത് തമിഴില്ല. അത് കിട്ടുമോ കിട്ടില്ല അറിയില്ല. കൊല്ലത്ത് പോയി കൊണ്ട് കൊടുത്തിട്ട് അത് 7 കൊണ്ട് IHDP കോളനിയോടുള്ള അവഗണനയിലും ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം നിർമ്മിക്കാത്തതിലും പ്രതിഷേധിച്ച് BJP പ്രവർത്തകനായ രാജേഷ് ഗ്രാമസഭ നടക്കുന്ന പാണയം LP സ്കൂളിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചു. BJP പ്രതിഷേധം, ബോലോ ഭാരത് മാതാ കി ജയ്. പ്രതിഷേധം, പ്രതിഷേധം, BJP പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ദാരുണമായ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ എത്ര ഉണ്ടായിട്ടും പഞ്ചായത്ത് ഭരണസമിതികൾ പലത് വന്നിട്ടും പാണയം പ്രദേശത്തിനുമായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ ഒരു പൊതു ശ്മശാനം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബത്തിൻ്റെ ദാരുണമായ ചില പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് കാണേണ്ടി വന്നത്. 2 സെന്റിൽ താമസിക്കുന്ന പല കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാടെണ്ണം. അവർക്ക് തൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ പിതാക്കന്മാരോ ഒന്ന് മരണപ്പെട്ടാൽ അടക്കാനായിട്ട് ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ. ഇതൊരു പൊതു ശ്മശാനം പണിയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ ഭരണസമിതി ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും കാര്യമായിട്ട് ഇടപെട്ട് ഒരു പൊതു ശ്മശാനം ഉടൻ തന്നെ പണിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പാണയം 16-ാം വാർഡ് ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK സോമശേഖരപിള്ള, വാർഡ് മെമ്പർ P സുശീല, അങ്കണവാടി ടീച്ചർ ശോഭനകുമാരി, രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ഗ്രാമസഭയിൽ ക്ലാസ് എടുത്തു. IHDP കോളനിയുടെ ദുരവസ്ഥ ഇവിടെ തീരുന്നില്ല. ആകെയുള്ള 2-3 സെന്റ് ഭൂമിയിൽ പണി പൂർത്തീകരിക്കാത്ത വീടുകൾക്ക് മുന്നിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. നിരവധി വീടുകളാണ് ഇത്തരത്തിൽ പണി പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ IHDP കോളനിയിലുള്ളത്. പണി പൂർത്തിയാക്കണമെങ്കിൽ തുടക്കത്തിൽ സ്വന്തമായി കാശ് മുടക്കണം. എങ്കിൽ മാത്രമേ ബാക്കി പണിക്കുള്ള ഫണ്ട് അനുവദിക്കുകയുള്ളൂ.
സ്വന്തമായി പ്രാരംഭ രീതിയിൽ ഭവന നിർമ്മാണത്തിന് ചിലവഴിക്കാൻ പണമില്ലാത്തതുകൊണ്ടാണ് ഈ വീടുകളിൽ പലതും നിർമ്മാണം പാതിവഴിയിൽ നിലച്ചത്. തങ്ങളുടെ ദയനീയ സ്ഥിതി ഒരു പ്രദേശവാസി ADV ന്യൂസിനോട് പങ്കുവച്ചു. ഇത് കെട്ടിയിട്ട് 2 വർഷമായി. ഇതുവരെ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഗവൺമെന്റിന് എന്തെങ്കിലും എല്ലാ സഹായങ്ങളെല്ലാം കിട്ടാറുണ്ടോ ഈ ഏരിയയിലോട്ട്? ഈ ഏരിയ ഞങ്ങൾക്ക് ഈ ഏരിയയിലെല്ലാം 2 സെന്റ് 3 സെന്റ് 5 സെന്റ് ഇങ്ങനെയുള്ളു. അങ്ങ് മേലോട്ടെല്ലാം ഉണ്ട്. അങ്ങോട്ടൊക്കെ ചെന്നാൽ അവരൊക്കെ ഇതിന് വേണ്ടതൊക്കെ പറയും. അത്രയേ ഉള്ളൂ എല്ലാവർക്കും. ഇതിനുവേണ്ടി എത്ര രൂപ? ഇതെല്ലാം കോളനിയാ. ഇതിനുവേണ്ടി എത്ര രൂപ അനുവദിച്ച് തന്നത്? 2 ലക്ഷം. 2 ലക്ഷം രൂപ അനുവദിച്ചു. ഇതുവരെ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 80,000 രൂപയുള്ളൂ കിട്ടാൻ. ഈ 2 ലക്ഷം രൂപ കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇത് ഇല്ല, പറ്റത്തില്ല. ഒരുപാട് പൈസ ഒരുപാട് വേണം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോ എത്ര മാസമായി ഇതിങ്ങനെ കിടക്കുന്നു? ഇത് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. അപ്പൊ ഇപ്പം തന്നെ ഇതിനകത്ത് എല്ലാം പ്രശ്നങ്ങളായി കാണുമല്ലോ. ഇടയ്ക്കേറ്റും ഭർത്താവിന് സുഖമില്ലാതായി, തിരുവനന്തപുരത്തായി, പിന്നെ മരണമായി, കൊണ്ടുപോടൊക്കെയായി. പിന്നെ ഒരു മോളുണ്ട്. മോളെ കെട്ടിച്ച് മരുമോനും കൂടെ ഒക്കെ സഹായിച്ച്. ഇതിപ്പം വാർഡ് മെമ്പറെയൊക്കെ സമീപിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? മെമ്പർ വീട് വെക്കാത്ത എന്താന്ന് ചോദിക്കുന്നത്. ഇവിടെ ഒരുപാട് വീടുകൾ ഇത് ഒരുപാടുണ്ട്. അവിടെ എല്ലാം കിടപ്പുണ്ട്. പണി ആദ്യം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണോ ഇത് ചെയ്യേണ്ടത്? അവരെങ്ങനെയാ പറയുന്നത്? 2 ലക്ഷം രൂപ തരും. അത് തരുന്നത് എപ്പോഴാണ്? നിങ്ങൾ പണി പൂർത്തീകരിച്ചതിന് ശേഷം കുറച്ച് പണിഞ്ഞിട്ട് ചെല്ലുമ്പം തരും. അതായത് ആദ്യം നിങ്ങൾ പൈസ ഇറക്കി ചെയ്യണം. ചെയ്തതിന് ശേഷം അവിടെ ചെന്ന് നമ്മൾ പൈസ ഉണ്ടെങ്കിൽ ഇറക്കുന്ന, അല്ലെ അവർ 25,000 തരും. പിന്നെ ചെല്ലുമ്പോൾ 50,000 തരും. അല്ല, അത് തരുന്നതിന് മുമ്പ് ഈ പണി പൂർത്തീകരിച്ച് കാണിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്നും ഫണ്ടിറക്കി ചെയ്യണമെന്നുണ്ടോ? പണി ചെയ്ത് പൂർത്തിയാക്കിയെങ്കിലേ ബാക്കി തരത്തുള്ളൂ. അവരൊരു 40,000-40,000 രൂപ പിടിച്ചിടും. അത് പിന്നെ നമ്മൾ വയറിങ്ങും ഇതെല്ലാം ഇതിനകത്ത് വേണം ചെയ്യേണ്ടത്. അതായത് ആദ്യം നിങ്ങൾ പൈസ മുടക്കണം. മുടക്കി നിങ്ങൾ അങ്ങനെ ഇതിൻ്റെ തന്നുകൊണ്ടിരിക്കുന്നു. ചെയ്യാൻ 80,000 രൂപ ഉണ്ട്. അതുകൊണ്ട് എന്തോ ചെയ്യുന്ന. പിന്നെ ഇനി എന്തെങ്കിലും നമ്മുടെ ഇത്തിരി പൈസ ഒക്കുമ്പം നമ്മൾ വാക്ക് ചെയ്യും. ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കുന്ന 2 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ വീടുകളുടെ പണി പൂർത്തിയാക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയിൽ 2 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം ഒരു വീട് വെക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ബാക്കി തുക സ്വന്തമായി കണ്ടെത്തേണ്ട അവസ്ഥ കൂടിയാണ്. വോട്ട് തേടിയെത്തുമ്പോൾ മാത്രം പറയുന്ന പാഴ്വാക്കുകൾ വിശ്വസിച്ച IHDP കോളനി നിവാസികൾ പലരും ഇപ്പോഴും താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാറായതും ബലക്ഷയമുള്ളതുമായ വീടുകളിലാണ്. ചിതറിക്കിടക്കുന്ന ഈ പാറക്കഷ്ണങ്ങൾ പോലെ ഇവരുടെ പ്രതീക്ഷകളും ഇനിയെങ്കിലും സാധ്യമാകുമോ? സിദ്ധനർ സർവീസ് സൊസൈറ്റിയും ISDP കോളനിയിൽ പ്രവർത്തനരഹിതമാണ്. വാർത്ത ഒരിക്കൽ കൂടി. കോളനി നിവാസികളായ പാണയം IHDP നിവാസികൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ഏക മാർഗമായിരുന്നു സിദ്ധനർ സർവീസ് സൊസൈറ്റി. എന്നാൽ ഇന്ന് ഇതിന്റെ പ്രവർത്തനം അവതാളത്തിലാണ്. മുൻപ് കുറച്ച് ചെറുപ്പക്കാർ ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുത്തിരുന്നുവെങ്കിലും ഇന്ന് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നേരിട്ട് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ മുട്ടേണ്ട സ്ഥിതിയാണ്. കോളനി നിവാസികളുടെ അപേക്ഷകൾ ആരും തന്നെ പരിഗണിക്കുന്നില്ല എന്നും അതിനാൽ ഇവർ ഏത് വാതിലിലാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്നും ഒരു കോളനി നിവാസി ഞങ്ങളോട് ചോദിച്ചു. സമുദായ കെട്ടിടത്തിൽ അതിനൊക്കെയുള്ള ഉദ്യോഗമുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് ഈ കെട്ടിടം പ്രവർത്തിക്കാതിരിക്കുന്നത്. 3-4 പേര് ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു. അവരിപ്പോൾ നിലവിൽ കാണുന്നില്ല. ചാക്കാലയ്ക്കും പിന്നെ കല്യാണം വരുമ്പോഴും ഒക്കെ ഇങ്ങനെ പൈസ പിരിവുകളും ഫണ്ടുകളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ചെറിയ ഒരു വഴക്കും മുഖാനെ ഇത് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇതുവരെ ഒരു നടപടിയും വന്നിട്ടില്ല. പഞ്ചായത്തിൽ പോയി പറയുകയോ മെമ്പറിൻ്റെ അടുത്ത് പറയുകയോ ചെയ്യുന്നത്. ഇത് സമുദായ കെട്ടിടത്തിലായിട്ട് ഒരാളും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ 8 വർഷം കൊണ്ട് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോഴും ഏക ആശ്രയമായിരുന്നു സിദ്ധനർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം. 8 വർഷമായി അടഞ്ഞുകിടക്കുന്ന ഈ സൊസൈറ്റിയുടെ അഭാവം മൂലം ഇവർക്ക് നഷ്ടപ്പെടുന്നത് ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം കൂടിയാണ്. പഠനം ലഘൂകരിക്കാൻ പാഠപുസ്തകങ്ങൾ അച്ചടിക്കുക പോലും ചെയ്യാത്ത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി ABVP പ്രവർത്തകർ രംഗത്തെത്തി. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ABVP അഞ്ചൽ AEO ഓഫീസ് ഉപരോധിച്ചു. കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഉപരോധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് ABVP സംസ്ഥാന കമ്മിറ്റി അംഗം ബബുൾദേവ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ മുഖംമൂടി വെച്ച് ചെരുപ്പുമാലയും അണിഞ്ഞാണ് പ്രവർത്തകർ കടന്നുവന്നത്. പാഠപുസ്തകം വിദ്യാർത്ഥികളിൽ എത്തിക്കും വരെ കടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ കേരളത്തിലുടനീളം നടത്തുമെന്ന് ABVP സംസ്ഥാന കമ്മിറ്റി അംഗം ബബുൾദേവ് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങിയിട്ട് 20 ദിവസങ്ങൾ പൂർത്തിയാകാൻ പോകുന്ന സമയത്ത് പാഠപുസ്തകങ്ങൾ കിട്ടാണ്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം വീണ്ടും സർക്കാർ പറഞ്ഞിരിക്കുകയാണ്,
ഞങ്ങൾ റീടെൻഡറുകൾ വിളിക്കാൻ പോവുകയാണെന്ന്. ഇനി റീടെൻഡറുകൾ വിളിച്ചുകൊണ്ട് പുസ്തകം പ്രിന്റ് ചെയ്ത് കേരളത്തിലെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഓണപരീക്ഷ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പുസ്തകം ഗവൺമെന്റ് പ്രിന്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്? ഈ മാർച്ചിന്റെ ഉദ്ദേശം കേവലം ഒരു സമരപരിപാടി മാത്രമല്ല. ഈ നാട്ടിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥി സമൂഹത്തെ, ഈ നാട്ടിലെ പ്രബുദ്ധരായ അധ്യാപകരെ, ഈ നാട്ടിലെ പൊതുജനങ്ങളെ മുഴുവനായിട്ട് ഈ സമരപരിപാടിയിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം പച്ചവൽക്കരിക്കുകയും കേരളത്തിലെ വിദ്യാഭ്യാസത്തെ വിറ്റു തിന്നുകയും ചെയ്യുന്ന ഇന്നാട്ടിലെ UDF-ന്റെയും ലീഗിന്റെയും മന്ത്രിമാർക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് AVP സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ തുറന്ന് 20 ദിവസത്തോളമായിട്ടും പുസ്തക വിതരണം നടന്നിട്ടില്ല എന്നും +1 അഡ്മിഷൻ തുടങ്ങിയിട്ടും SSLC സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയായിട്ടില്ലെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. ഏരൂർ യൂണിറ്റ് പ്രസിഡന്റ് യോഗേഷ് നന്ദി പറഞ്ഞ ഉപരോധത്തിന് MD വിഷ്ണു, അഭിഷേക്, ഇന്ദ്രജിത്ത് തുടങ്ങിയ പ്രവർത്തകർ നേതൃത്വം കൊടുത്തു. ഏറം തോയ്ത്തല റോഡിനെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ച ജനപ്രതിനിധികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ചില നാട്ടുകാർ രംഗത്തെത്തിയ വാർത്തയാണ് ഇനി വീക്കെൻഡിൽ. നന്നാക്കിയ റോഡ് രാഷ്ട്രീയക്കാർ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തകർന്നടിഞ്ഞ റോഡിന് അഭിനന്ദനങ്ങളുമായി ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുകയാണ് തോയ്ത്തലയിൽ. ഏകദേശം 5 വർഷത്തോളമായി ഏറം തോയ്ത്തല റോഡിന്റെ ദയനീയാവസ്ഥ തുടങ്ങിയിട്ട്. അധികാരികളുടെ കൺമുന്നിൽ കൂടിയുള്ള ഈ റോഡ് പുനരുദ്ധീകരിക്കാൻ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഒടുവിൽ വർഷങ്ങളായി തകർന്നടിഞ്ഞു കിടക്കുന്ന റോഡിന് ഇതേ രീതിയിൽ കാത്തുസൂക്ഷിച്ച ത്രിതല പഞ്ചായത്തുകൾക്ക് അഭിനന്ദനം നൽകി ഫ്ലെക്സ് സ്ഥാപിക്കാൻ പ്രദേശവാസികൾ തയ്യാറായി. ബൈക്ക് യാത്രികർ പതിവായി ഇവിടെ വീണ് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. വാഴ നട്ടും മുൻപ് ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നതാണ്. വാഴ കുളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2 വട്ടം വിളവെടുക്കാമായിരുന്നു എന്ന് പലരും അടക്കം പറയുന്നുണ്ടായിരുന്നു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകാറുണ്ട്. വോട്ട് തേടി എത്തുമ്പോൾ മാത്രം തോയ്ത്തല റോഡിനെ നവീകരിക്കുമെന്ന് പറയുന്ന അധികാരികൾ ഇനിയെങ്കിലും ഈ റോഡ് നന്നാക്കാൻ മുൻകൈയെടുക്കണമെന്ന് പ്രദേശവാസിയായ ഗോപൻ പറയുകയുണ്ടായി. 5 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. അതിനാൽ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം നാട്ടുകാരെല്ലാം കൂടെ പ്രയത്നിച്ചുള്ള ഇത് ഫ്ലെക്സാണ് വെച്ചിരിക്കുന്നത്. 5 വർഷമായിട്ട് ഒരു നേതാക്കൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എന്നും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് കണ്ടെങ്കിലും നേതാക്കൾ പ്രതികരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചില സത്യസന്ധമായ അഭിപ്രായം പ്രേക്ഷകർ കണ്ടുനോക്കൂ. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിലായിരിക്കും എന്നെ അന്ന് വിളിച്ചത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതൊരു സൂക്കേടായി മാറിയിട്ടുണ്ട്. ഏത് പരിപാടി ഇട്ടാലും ഒരു ബന്ധമില്ലെങ്കിൽ ഒരു മന്ത്രി വരണമെന്നുള്ളതാണ് നമ്മുടെ ഒരാഗ്രഹം. മന്ത്രി ഇല്ലെങ്കിൽ ഒരു MLA, അയാളെയും കിട്ടിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും വേണം. അത് ജനങ്ങളുടെ ഒരു ജനാധിപത്യ സങ്കല്പത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മുൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീപ്പൊരി പ്രസംഗം സദസ്യരെ കോരിത്തെരിപ്പിക്കുന്ന ദൃശ്യം കണ്ട് തിരികെ എത്താം. ഒരു ഗ്രൂപ്പ്, ഒരു അങ്ങേയറ്റം ഫ്രോഡ് പിടിച്ച ഒരു ടീം അവരുടെ പേരിലേക്ക് മാറ്റുന്നൊരു സംവിധാനം ഉണ്ടായി. അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയപ്പോൾ മുഖ്യമന്ത്രി അതിന് ആദ്യം എതിര് നിന്നു. രണ്ടാമത് എല്ലാവിധ തെളിവുകളോടുകൂടി അറസ്റ്റ് ചെയ്ത് അകത്താക്കിയപ്പോഴും സന്തോഷത്തോട് പറയുകയാണ്, അതിലൊന്നും കുഴപ്പമില്ല, ഇറങ്ങി വരുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ ഉണ്ടെന്ന്. നമ്മൾ താമസിക്കുന്ന ഭൂമി, നമ്മൾ കരമൊടുക്കുന്ന ഭൂമി, അതിൽ പോലും നമുക്ക് ഉറപ്പ് തരാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെ അടിമുടി ജനവിരുദ്ധ നയങ്ങളുടെയും അഴിമതിയുടെയും ഒരു കേളികെട്ടായി മാറിയിരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരെ ചിന്തിക്കുന്ന ഘട്ടത്തിലാണ് ചെറുകിടക്കാരായ നമ്മളൊന്ന് ഒത്തുകൂടിയത്. പറയുന്ന സംവിധാനത്തിൽ എന്തെല്ലാം നെറികേടുകളാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് നമ്മുടെ കടകംപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊക്കെ താമസിക്കുന്നത് പോലെ CITU തൊഴിലാളികൾ അഞ്ചൽ കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിൽ നടത്തിയ ധർണയിലേക്ക് ഒരിക്കൽ കൂടി. അഞ്ചലിലെ സാധാരണക്കാരുടെ ആശ്രയമായ അഞ്ചൽ സൺഫുഡ് കശുവണ്ടി ഫാക്ടറി അടച്ചിട്ടിട്ട് 6 മാസത്തോളമായി. ഇതേ തുടർന്ന് തൊഴിലാളിക്ക് ലഭിക്കാനുള്ള ESI ആനുകൂല്യവും ബോണസും അവതാളത്തിലായി. നിരവധി തവണ ധർണ നടത്തിയിരുന്നുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. പുതുക്കിയ കൂലി കൊടുക്കാൻ കഴിയില്ല എന്നാരോപിച്ചാണ് കശുവണ്ടി ഫാക്ടറി ഉടമകൾ അനിശ്ചിതകാലത്തേക്ക് ഫാക്ടറി അടച്ചിടാൻ തീരുമാനിച്ചത്. ഈ ഓണത്തിന് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കണമെന്ന് ബാബു പണിക്കർ ആരോപിച്ചു. ഫാക്ടറി അടച്ചിട്ടിട്ട് ഏതാണ്ട് 6 മാസങ്ങളാവുകയാണ്. കഴിഞ്ഞ ഡിസംബർ മാസം അവസാനം അടച്ചിട്ട ഫാക്ടറിയാണ്. ഈ ഫാക്ടറി പണിയെടുക്കുന്ന തൊഴിലാളിക്ക് അടുത്ത പീരീഡിൽ ESI ആനുകൂല്യങ്ങൾ കിട്ടത്തില്ലെന്ന് മാത്രമല്ല, തൊഴിലാളിയുടെ ബോണസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലടക്കം
ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. ഒരു ചാക്ക് തോട്ടണ്ടി 250 രൂപ നഷ്ടത്തിലാണ് പ്രോസസ് ചെയ്യുന്നതെന്നും ഈ നഷ്ടം മുതലാളിമാർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും അതിനാലാണ് ഫാക്ടറി തുറക്കാത്തതെന്നും ഫാക്ടറി ഉടമകളും പറയുന്നു. തൊഴിലാളികൾക്ക് ജോലി വേണമെന്നും ആനുകൂല്യങ്ങളില്ലാതെ കുടിലുകളിൽ പണിയെടുക്കാൻ കഴിയില്ലെന്നും ചില സ്ത്രീ തൊഴിലാളികളും ഞങ്ങളോട് പറഞ്ഞു. 1000 തൊഴിലാളികളോളം ഉണ്ട്. അവർക്ക് ജോലി വേണം. ഞങ്ങൾക്ക് ഈ കമ്പനി എന്ന് നിലനിന്നേ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ. കുടിലുകളിൽ ചെന്ന് നടന്ന് ആനുകൂല്യം ഇല്ലാതെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കമ്പനി നിലനിൽക്കണം. ജോലി വേണം. പിന്നെ മൈക്കാടിന് ആവശ്യത്തിനുള്ള ആളുകളെ എടുത്തുകൊണ്ട് ബാക്കി ജോലി ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് കുടിലുകളിലെങ്ങും പോയി ഇരുന്ന് ജോലി ചെയ്യാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി തന്നെ വേണം. എനിക്കിനി തോന്നിയ നാളില്ല. എനിക്ക് 1 കൊല്ലവും കൂടെ ഉള്ളൂ. ഞാൻ എത്ര നാൾ കുടിലിൽ പോയി കിടന്ന് കഷ്ടപ്പെടണം? അതേ എനിക്ക് പരാതിയുള്ളൂ. PS സുമൻ, രാജൻ തുടങ്ങി നിരവധി തൊഴിലാളി സഖാക്കൾ ധർണയിൽ പങ്കെടുത്തു. തകർന്ന് തരിപ്പണമായ റോഡ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വൃത്തിയാക്കി മാതൃക സൃഷ്ടിച്ചു. ഓട്ടോ ബ്രദേഴ്സിന് അഭിനന്ദനങ്ങൾ. വെള്ളക്കെട്ട് നിറഞ്ഞ അഞ്ചൽ തഴമേൽ പാതയെപ്പറ്റി മുൻപും ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മൗനം പാലിച്ച അധികൃതർക്ക് മറുപടിയായിട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് വെള്ളക്കെട്ടടച്ചത്. ഓട്ടോ തൊഴിലാളികൾ സംയുക്തമായി ഒരേ മനസ്സോടെ കാണിച്ച ശ്രമത്തിന്റെ ഫലമായിട്ടാണ് വെള്ളക്കെട്ടിന് ശമനമുണ്ടായത്. റോഡ് മുഴുവൻ വെള്ളക്കെട്ടായതോടെ ഓട്ടോയിൽ കയറാൻ വരുന്ന യാത്രക്കാർക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാരുടെ പുറത്ത് മലിനജലം അടിച്ചു തെറിപ്പിക്കുന്നതും പതിവായിരുന്നു. ഈ പ്രശ്നത്തിന് താൽക്കാലിക ശമനമുണ്ടാക്കാൻ മാത്രമേ ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ. സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുകയോ ഓട വഴി വെള്ളം തിരിച്ചുവിടാനുള്ള സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വയൽ നികത്തൽ നിത്യ കാഴ്ചയായി മാറുന്ന കിഴക്കൻ മേഖലയിൽ നിന്നും ഒരു വയൽ നികത്തൽ വാർത്തയിലേക്ക്. ജനവാസം കുറഞ്ഞ മേഖലയായ പാങ്ങൂപ്പാറ റൂട്ടിൽ വയൽ നികത്തൽ വ്യാപകമാകുന്നു. ഈ മേഖലയിൽ നികത്തിക്കഴിഞ്ഞ നിരവധി വയലുകൾ ഞങ്ങൾ കാണാനിടയായി. പകൽ വെളിച്ചത്തിൽ അധികൃതരുടെ ഒത്താശയോടെയാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇതിനു സമീപത്തായി ഒഴുകുന്ന തോടിന്റെ ഏറിയ ഭാഗവും കെട്ടിയടച്ച നിലയിലാണ്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ഇത്തരം നടപടികൾ കണ്ടില്ലെന്നടിക്കുകയാണ് അധികൃതർ. സാധാരണക്കാരൻ വീട് വെക്കാനും മറ്റും 2-3 സെന്റ് നിലം നികത്തുമ്പോൾ കൊടികുത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ഭൂമാഫിയകളെ കണ്ടില്ലെന്നടിക്കുകയാണോ അതോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ? ജനവാസം കുറഞ്ഞ മേഖലയായതുകൊണ്ട് തന്നെ പോലീസോ മറ്റ് അധികൃതരോ ഇവിടെ എത്തില്ല എന്നതും ഇവർ മുതലെടുക്കുകയാണ്. കാത്തിരുന്ന പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം ഒടുവിൽ നടന്നു. അഞ്ചൽ പ്രസ് ക്ലബിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഞ്ചലിലെ പത്രമാധ്യമ പ്രവർത്തകർ രൂപീകരിച്ച അഞ്ചൽ പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. ആയൂർ റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് എതിർവശം നക്ഷത്ര ബിൽഡിംഗിൽ 3ാം നിലയിലാണ് പ്രസ് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചത്. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിനിടയിലും തമസ്കരിക്കപ്പെടുന്ന വിവിധ പ്രാദേശിക സംഭവങ്ങളും വാർത്തകളും ജനങ്ങളിലെത്തിക്കാൻ പ്രാദേശിക പത്രപ്രവർത്തകരുടെ സേവനം നിസ്തുലമാണെന്ന് ഉദ്ഘാടന വേളയിൽ S. ജയമോഹൻ പറയുകയുണ്ടായി. അഞ്ചൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ ചേർന്നുകൊണ്ട് പ്രസ് ക്ലബിന് രൂപം നൽകാനെടുത്ത തീരുമാനങ്ങൾ എന്തുകൊണ്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ പ്രസ് ക്ലബിൻ്റെ കീഴിൽ കൊണ്ടുവരാനും ഒരുമിച്ച് നമ്മൾ നിൽക്കാനും കഴിയുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും ഭീഷണികളും നേരിടുന്ന കാലഘട്ടമാണിതെന്നും ഈ സാഹചര്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയും അതിനായി പൊതുവായ ആസ്ഥാനവും അനിവാര്യമാണെന്നും ഉദ്ഘാടന വേളയിൽ S. ജയമോഹൻ പറയുകയുണ്ടായി. പ്രസ് ക്ലബ് സെക്രട്ടറി NK ബാലചന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ദൃശ്യമാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ പത്രപ്രവർത്തകർക്കും ഉള്ള ധർമ്മം പാലിച്ചുകൊണ്ട് അവരെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ആ സത്യസന്ധമായ വാർത്തകളും ആ കാര്യങ്ങളും ഒക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഒപ്പിയെടുത്ത് അത് സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ എല്ലാ മേഖലയ്ക്കും ഗുണകരമാകുന്ന തരത്തിലുള്ള ഒരു ശരിയായ പത്രപ്രവർത്തനം നമ്മുടെ മേഖലയിൽ നടത്തണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. മാധ്യമപ്രവർത്തകരായ S. ചന്ദ്രബാബു, ആയൂർ ശിവദാസ്, അഞ്ചൽ ജഗദീശൻ, രതീഷ് കുമാർ, രഞ്ജുരാജ്, MV വിമൽകുമാർ, KV പ്രതീഷ് കുമാർ, അഞ്ചൽ ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജിനേഷ് അഞ്ചൽ കൃതജ്ഞത രേഖപ്പെടുത്തി.
ഇതോടെ വീക്കെൻഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വാരം അവസാനിക്കുമ്പോഴും വാർത്തകൾ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ADV ന്യൂസിൽ കണ്ടുമുട്ടാം. നമസ്കാരം.